അപ്പൊ ഇന്ന് കടയിലൊക്കെ വന്നു കഴിഞ്ഞപ്പം അമ്മേ ഞാനൊരു സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ചു കേട്ടോ, നല്ല മധുരക്കിഴങ്ങ് കേട്ടാ. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ വൈകുന്നേരത്തെ ഭക്ഷണം അമ്മ അതിന് കൊണ്ടുവന്നപ്പോഴത്തേനും അടുപ്പേ വെച്ചു. അപ്പൊ നമുക്ക് ഇന്ന് റോയിച്ചൻ വന്നപ്പം നല്ല മത്തി കൊണ്ടുവന്നില്ലേ അമ്മേ? ഒരു യൂട്യൂബിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്തി മസാലയുണ്ട്, ഞാൻ ഉണ്ടാക്കട്ടെ അത്. പിന്നെന്താ പാമ്പാള, അതിന് വേറൊരു പേര് പറയല്ലോ പറഞ്ഞ. അപ്പൊ അത് വാങ്ങിച്ചു. അപ്പൊ പറഞ്ഞ അത് വറക്കാനേ ഉള്ളൂ. മത്തി നല്ലതാണോ? കിട്ടിയിട്ടുണ്ട്. മത്തി മസാല ഉണ്ടാക്കാം, മുട്ട വറക്കാം. അപ്പൊ അറിയാം ഇത് യൂട്യൂബിൻ്റെ അത് ഫേമസ് ആയിട്ട് മത്തി മസാലയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി തരാം, എളുപ്പമാണ്. ഇച്ചിരി എണ്ണ വേണം അതിന്. എണ്ണ ഒഴിച്ച് ഒരുമാതിരി എണ്ണ അങ്ങ് ചൂടായി കഴിയുമ്പോഴേ തീ താത്തി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് എന്നാ എനിക്കെന്നറിയാമേ, ഇച്ചിരി മുളക് പൊടി തീ താത്തി ഇടണേ, അല്ലെങ്കിൽ കഴിഞ്ഞു പോകും മുളക് പൊടി. ഇതിനകത്തേക്ക് ഇടുക. അമ്മ ഇന്ന് ഇളക്കാവോ? അമ്മ ഞാൻ വന്നപ്പോഴത്തേനും മത്തിയൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലേശം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി. ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്തില്ലേ കരിഞ്ഞു പോകും. മസാല വേണ്ട. ഇനി നമുക്ക് എന്നാ എനിക്കെന്നറിയാവോ, കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവോളയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളോ അത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ അത് ആവശ്യത്തിന് ഇത് മതിയോ? ഉപ്പ് മതിയോ? മുട്ട നമുക്ക് എടുക്കാവേ. എന്നിട്ട് ഇത് പുളി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മറന്നുപോയി. നടക്കാവോ? നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു കൊടുക്കാം. വാളംപുളി കേട്ടോ, ഒരു 2 നെല്ലിക്കയുടെ മുഴുപ്പുള്ള വാളംപുളിയും കൂടെ അങ്ങ് ഇടാം, ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇനി ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം, കാരണം മുളക് പൊടി അരി പെട്ടെന്ന് കരിയും. ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അല്ലേ കുഞ്ഞതാ. മുട്ടയിടാം. മുട്ട എവിടെ ഇരിക്കുന്നേ? എന്നിട്ട് നമുക്ക് അമ്മ മീനിന്റെ മുട്ട കിട്ടിയിട്ടുണ്ട്, അമ്മ മുട്ടയും കൂടെ എടുക്കാൻ പോയേക്കുന്നതാണേ. അപ്പൊ നമുക്ക് മീൻ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണേ. നിങ്ങൾ ഇതിൻ്റെ ചെറു തീയില. പിന്നെ ഇത് നമുക്ക് അടച്ചു വെക്കാം, ചെറു തീയില. ഒരെണ്ണോടെ ഇടാവോമേ? അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ ഒരു കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ അപ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റും വരും, ആ പുളിയും ഒക്കെ വന്നിട്ട്. ഇനി ഇത് ചെറു തീരിരുന്ന് പറ്റി വരട്ടെ. അങ്ങനെ ഞങ്ങളുടെ മധുരക്കിഴങ്ങ് ഞങ്ങളുടെ റെഡിയായി കേട്ടോ. ഇനി മീനുകൾ റെഡിയായി നമുക്ക്. പിന്നെ എല്ലാ പ്രോട്ടീനും അടങ്ങിയതല്ലേ മീനകത്ത്. നമ്മുടെ മീൻ ഇനി നമുക്ക് ഓരോ നാട്ടിൽ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഇതിൻ്റെ തേങ്ങാപ്പാലും കൂടി ചെയ്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നോക്കിയമ്മ ഉപ്പില്ല നോക്കി ചാറിന്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് തരാം. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ കിടന്നിത് വറ്റി കഴിയുമ്പോഴത് വറ്റണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേവി ടൈപ്പിലായി ആ മസാല ഇതിൽ പൊതിഞ്ഞിരിക്കണം. രുചിയുണ്ടല്ലേ? അപ്പൊ നമ്മുടെ നല്ല മത്തി മസാല റെഡിയായി കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തന്നിട്ടിത് നല്ല സ്വീറ്റ് പൊട്ടറ്റോ. കടയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ചൂടോടെ ഇത് ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറയാം. കണ്ടോ, നല്ല മത്തി മസാല. അപ്പൊ ഞങ്ങൾ കഴിക്കുവാ കേട്ടോ, നല്ല മത്തി മസാലയും പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോയും. അപ്പൊ ഞാനും അമ്മയും കഴിക്കുന്നുണ്ടോ? നല്ല മധുരക്കിഴങ്ങും. അമ്മ ഞാൻ മത്തിയൊക്കെ റെഡി ആക്കുമ്പോഴത്തേനും നല്ല മത്തി മസാല റോഷൻ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന മീനില്ലേ, അതുകൊണ്ട് അത് നല്ല ടേസ്റ്റാ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഒരു സ്പെഷ്യൽ കാന്താരി മുളകിന്റെ മുളകും ഇതൊക്കെ അങ്ങോട്ട് കൂട്ടിയുണ്ടല്ലോ അല്ലേ അമ്മേ? ഓ, ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം. വായ വെച്ച് തരാം. അപ്പൊ ഞങ്ങൾ കഴിക്കുക കേട്ടോ വൈകുന്നേരത്തെ. സൂപ്പർ.